എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഓംലേറ്റ് അടിക്കുന്ന വീഡിയോയുമായിട്ടാണ്. വളരെ ഈസിയായി ചെയ്യാവുന്ന ഈ ഓംലേറ്റ് നമുക്ക് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി ഒരു ക്യാപ്സിക്കൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കൊരു ക്യാരറ്റാണ് ആവശ്യം. അതിൽ നിന്ന് ഒരു കഷ്ണം ക്യാരറ്റ് എടുത്ത് നമ്മൾക്ക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് ഒരു വലിയ ഉള്ളിയാണ്. അത് നമ്മൾക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾക്കൊരു ചെറിയ പച്ചമുളക് എടുത്ത് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു പാത്രം എടുത്ത് 2 മുട്ട നമ്മൾക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരു 1/2 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്തെടുത്ത പച്ചമുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ക്യാരറ്റാണ് ആവശ്യം. അതിന് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടുത്തത് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് അടുത്തത് വലിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഓംലേറ്റിൻ്റെ കൂട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി പരത്തിയെടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾക്ക് ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഓംലേറ്റ് മറിച്ചിടുന്നതിൻ്റെ മുന്നായി നമുക്ക് ഇതിലേക്ക് ഒരു 4 ചെറിയ കുരുമുളക് പൊടിച്ചെടുത്ത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. ഒരു അല്പം മല്ലിച്ചപ്പ് കൂടി ഇതിൻ്റെ മുകളിൽ തൂവി കൊടുത്തതിന് ശേഷം നമ്മൾക്കിത് മറിച്ചിടാം. ഓംലേറ്റ് പെട്ടെന്ന് റെഡി ആവുന്നത് കൊണ്ട് നമ്മളിത് വേഗം മറിച്ചിടാൻ നോക്കണം, അല്ലെങ്കിൽ നല്ലതായിട്ട് അടി പിടിക്കും. മറിച്ചിട്ടതിന് ശേഷം കുറച്ച് ടൈം വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ ഓംലേറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.